നമസ്കാരം. നിരപറ മലയാളി വീട്ടമ്മ പ്രസന്റഡ് ബൈ ചുങ്ക ജ്വല്ലറി, co-branded by സേറ ആൻഡ് ശകുന്തള ഹെർബൽ ഹെയർ ടോണിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മലയാളി പ്രേക്ഷകർക്കും സ്വാഗതം. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. 5 ചപ്പാത്തി അതിപ്പോ പുഷ്പം പോലെ വരത്തി തരും. ഇത് ഏത് നാട്ടിലെ ചപ്പാത്തി? ഹലോ, ഇത് വട്ടത്തിൽ പരത്താനാ പറഞ്ഞേ. അയ്യോ, ഇത് ഏത് രാജ്യത്തിന്റെ ഭൂപടമാണെന്നാണ്. ഓക്കെ, ഇത് സാധാരണ പ്ലേറ്റിൽ എത്തിയാലേ കാണാറുള്ളൂ. അടുത്തൊരു നിമിഷത്തിൽ നമുക്കറിയാം. ഏട്ടാ, ഞാൻ വലിക്കുവന്നേ. കപ്പിൾ റൗണ്ടിനായി ഇനി വേദിയിലേക്ക് എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ് ധന്യയും ഹസ്ബൻഡ് നിതീഷുമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയല്ലായിരുന്നു വന്നത്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇദ്ദേഹം ഒരു പെട്ടിക്കകത്ത് കയറി ഇരുന്നായിരുന്നു വന്നത്. ഈ പ്രാവശ്യം അങ്ങനെ സർപ്രൈസ് ഒന്നും ഇല്ല. സർപ്രൈസ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇത് ഭാര്യ അങ്ങ് ദുബായിൽ ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നതാണ്. സത്യല്ലേ? അതെ. ഇതിപ്പോ ഈ ഒരു റൗണ്ടിന് വേണ്ടി മാത്രം നിതീഷ് ഇപ്പോ ദുബായിൽ നിന്ന് ജോലിക്കിടയിൽ ലീവ് എടുത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നിതീഷ് സ്കൈപ്പിൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ബോക്സിൽ കയറി വന്നു. ആ സ്കൈപ്പിലിരുന്ന് സപ്പോർട്ട് ചെയ്തതിന്റെ തന്നെ ഇവിടെ കുടിച്ചു നീർത്ത കയ്പ് നീരിന് ഒരു കണക്കില്ലായിരുന്നു അല്ലേ? കയ്പ്, പുളി, അങ്ങനെയുള്ള എല്ലാ ഫ്ലേവറും ഒന്ന് കുടിക്കേണ്ടി വന്നായിരുന്നു. കാരണം ഭർത്താവ് എല്ലാ ആൻസർ തെറ്റിച്ചായിരുന്നു പറഞ്ഞത്. പക്ഷെ രസമായിരുന്നു, എനിക്ക് എൻജോയ് ചെയ്തിട്ട് ചെയ്തതായിരുന്നു. ഇന്ന് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഷുവർ. അപ്പൊ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സോ കപ്പിൾ റൗണ്ടിന് നമ്മുടെ ധന്യയും നിതീഷിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു കപ്പിൾ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇതിനു മുൻപ് മറ്റൊരു റിയാലിറ്റി ഷോയിലൂടെ സൂപ്പർ സ്റ്റാറുകളായി മാറിയിട്ടുള്ള ഒരു കപ്പിളിനെ തന്നെയാണ് നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ദീപു ആൻഡ് ഡോക്ടർ ജിനി. സോ രണ്ടുപേരെയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ആക്ച്വലി രണ്ടുപേരെയല്ല, ആക്ച്വലി 3 പേരെ. സോ ഭയങ്കര സന്തോഷമുണ്ട്. എത്ര മാസമായി? 8 months ക്യാരിങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ബിക്കോസ് ഇതെപ്പോഴും നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന ഒരു മൊമെന്റ് ആണ്, ഒരു കാഴ്ചയാണ്. അപ്പൊ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? ഇതാണ് മെയിൻ വിശേഷം. ദൈവം ഒരു ഗിഫ്റ്റ് തന്നു, സ്വീകരിച്ചു സന്തോഷത്തോടെ. രണ്ടാമത്തെ കുട്ടിയാണ്? മൂന്നാമത്തെ കുട്ടിയാണ്. ആർക്ക് ലുക്കില്ലാതെ നിങ്ങൾക്ക് രണ്ടുപേർക്കോ? ശരിയല്ലേ? ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുന്നു രണ്ടുപേരും? ഞാനൊരു പെയിന്റ് മാനുഫാക്ചറിംഗ് കമ്പനി നടത്തുകയാണ്. ഓക്കെ. ഞാൻ ഡെന്റിസ്റ്റ് ആണ്. ഓൺ ക്ലിനിക്ക്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടാസ്കിലേക്ക് പോവാം. ഇത് ആദ്യത്തെ ചോദ്യം തന്നെ കുറച്ച് വെള്ളം കുടിപ്പിക്കുന്ന ചോദ്യമാണ്. ഒരു കാര്യം ചോദിക്കുകയാണ്. അപ്പം ഇതിപ്പം സാധാരണ നമ്മൾ എല്ലാവരും അല്ലെങ്കിൽ വല്ലപ്പോഴും എന്ന് മാത്രമേ ഇന്ന് സാധാരണ നമ്മൾ ആൻസർ പറയാറുള്ളൂ. വല്ലപ്പോഴും മദ്യപിക്കുന്ന ശീലമുണ്ടോ? വല്ലപ്പോഴും. വെരി ഗുഡ്. അത് വളരെ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞു. വെരി ഗുഡ്. അപ്പൊ നിതീഷേ, നമ്മൾ സമ്മതിക്കില്ലേ? കുറ്റസമ്മതം നടത്തിയ സ്ഥിതിക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഭാര്യമാരാണ് ആൻസർ എഴുതേണ്ടത്. അപ്പൊ ഇനി നിങ്ങളും തിരിഞ്ഞോളൂ. അപ്പൊ ഈ 2 ഭർത്താക്കന്മാർക്കും വല്ലപ്പോഴും മദ്യപിക്കുന്ന ഒരു ശീലം ഉള്ളതുകൊണ്ട് ഇതിന്റെ കൂടെ ഭർത്താവിനുള്ള മറ്റൊരു ശീലം, അതായത് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഞാൻ 4 ഓപ്ഷൻ തരാം. ഈ കൂട്ടത്തിൽ ഏതാണെന്ന് എഴുതണം. ചിരി, സെന്റി അടിക്കൽ, റൊമാൻറ്റിക് ആവുക, പഴങ്കഥ പറയുക. ഇതിൽ ഏതാണെന്നുള്ളത് മിണ്ടാൻ പാടില്ല. ഭാര്യമാരി പേപ്പറിൽ എഴുതണം, ഭർത്താക്കന്മാർ ഇങ്ങോട്ട് നോക്കാൻ പാടില്ല. ഓപ്ഷൻസ് ഒന്നും കൂടെ പറയും. ചിരിക്കുകയാണോ, സെന്റി അടിക്കുകയാണോ, റൊമാൻറ്റിക് ആവുകയാണോ, പഴങ്കഥ പറയുകയാണോ? ഇതിലൊരു ഓപ്ഷൻ എന്തായാലും എഴുതണം. ബിക്കോസ് ഇത് 4 എണ്ണത്തിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് വെള്ളമടിയല്ലേ? ചോദ്യം നമ്മുടെ ഭർത്താക്കന്മാരോടാണ്. എന്തായിരിക്കും? ഞാൻ എന്ത് ചെയ്യും എന്ന് ഞാൻ പറയണം. കുറ്റസമ്മതം നടത്തണം. വെള്ളം അടിച്ചാൽ റൊമാൻറ്റിക് ആവാൻ ഉള്ള വെള്ളമടി ഞാൻ നടത്താറില്ല. അപ്പം റൊമാൻറ്റിക് ആവും. അങ്ങനെ റൊമാൻറ്റിക് ആവും? അതെ. റൊമാൻറ്റിക് ആവോ? ശരിക്കും
നീ പഴയ പാട്ടൊക്കെ പാടുവോ? അപ്പൊ വെള്ളം അടിച്ചാൽ റൊമാൻറ്റിക് ആവും എന്നാണ് ദീപു പറഞ്ഞിരിക്കുന്നത്. ഓഹോ, അത് തന്നെയാണ് ഭാര്യ എഴുതിയിരിക്കുന്നത്. വെരി ഗുഡ്. അവര് ടാസ്കിൽ നിന്ന് അവർ രക്ഷപ്പെട്ടിരിക്കുകയാണ്. നിതീഷേ, ബേസിക്കലി ഈ 4 അല്ലാത്ത വേറൊരു ഓപ്ഷനാണ്. പക്ഷെ ഈ 4 ഇടത്തിൽ ഒരെണ്ണം പറ. 4 ഇടത്തിൽ ഏതിനോടാ കൂടുതൽ ചായ ഉള്ളതെന്ന് പറ. പഴങ്കഥ പറയാം. ആണോ? ഒരുപാട് പഴങ്കഥകളുടെ കെട്ടഴിക്കാറുണ്ടോ? എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനൊന്ന് വേറെ പറയും, ഏട്ടനൊന്ന് വേറെ പറയും. ഇവര് പണ്ടൊരു റൗണ്ടിൽ വന്നിട്ട് അങ്ങനെയായിരുന്നു. ഞാനൊന്ന് ഏട്ടൻ വേറൊന്ന്. ധന്യ വിചാരിച്ചിരിക്കുന്നത് പുള്ളി റൊമാൻറ്റിക് ആവുന്നൊക്കെ വെള്ളം അടിച്ച് കാണുന്നതാണ് ധന്യ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ തെറ്റായിരുന്നു. ഇനിയിപ്പോ അതല്ല സിറ്റുവേഷൻ, മനസ്സിലായി? പുള്ളി ആ സമയത്ത് കഥ പറയുമ്പോൾ നോട്ട് ചെയ്താൽ മതി. പറഞ്ഞത് ഇത് 4 അല്ലാത്തൊരു ഓപ്ഷനാന്ന് പറഞ്ഞത് എന്താണ്? സൈലന്റ് ആയിരിക്കും. സൈലന്റ് ആയിരിക്കും. അതെ, വാ തുറന്നാലാണല്ലോ പ്രശ്നമുള്ളൂ. വാ തുറന്നാലേ ബി പഠിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ പെട്ടു. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ നിതീഷിനാണ് ഈ ടാസ്ക് ചെയ്യാൻ പറ്റുക. ഇപ്പം വൈഫ് ഇപ്പൊ അവിടെ ഇല്ലല്ലോ. വൈഫ് നാട്ടിലും നിതീഷ് ഇപ്പൊ ദുബായിലും ആണല്ലോ. അപ്പോൾ ചെറിയ അർത്ഥത്തിൽ ഒരു ബാച്ചിലർ ലൈഫ് ആണ് അവിടെ. അപ്പൊ കുക്ക് ചെയ്യാറൊക്കെ ഉണ്ടോ? ഇല്ല. ഇല്ലേ? ഇല്ല. എന്നാ രക്ഷപ്പെട്ടു. നല്ല ടാസ്ക് ആണ്. ഒരു ചപ്പാത്തി വരുത്തുക. ഓക്കെ, 1 പോരാ, 5 വേണം. 5 എണ്ണം. റെഡി. ആഫ്രിക്ക. ഇങ്ങനെ വന്നപ്പോൾ ഉള്ള ഒരു ആത്മവിശ്വാസം ഇപ്പൊ തോന്നില്ലല്ലേ? ഇല്ല, അത് ശരിയാക്കി എടുക്കാം. ഇനിയും ചാൻസ് ഉണ്ടല്ലോ. ചെയ്ത് പഠിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് ചാൻസ് ആണ്. ഒരെണ്ണമെങ്കിലും നമുക്ക് വട്ടം ഒപ്പിക്കണം. വീട്ടിലൊന്നും ചെയ്യൂല അല്ല ഇങ്ങനെ അടുക്കള പണി? കുറച്ചു കാലം മുന്നേ വേറെ സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ നിന്ന് അത്യാവശ്യം ചോറ് അങ്ങനെ കഴിക്കും. ഒരു തവണ ബിരിയാണി വെച്ചിട്ട് കണ്ടു ഞാൻ. ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണിക്ക് ആവുമ്പോ ഷേപ്പ് പ്രശ്നമില്ലല്ലോ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം. നമ്മുടെ നിതീഷ് പരത്തിയ ഓരോ ചപ്പാത്തികളാണ്. നിങ്ങളിത് കണ്ടിട്ട് ഡിസൈഡ് ചെയ്യണം. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇത് ഏത് രാജ്യത്തിന്റെ ഭൂപടമാണെന്നാണ്. ഓക്കെ, കറക്റ്റ് ആയിട്ട് പറയണം കേട്ടോ. ഓസ്ട്രേലിയ. ഓ, വെരി ഗുഡ്. ആണോ? ഇത് കുഴപ്പമില്ല. പക്ഷെ ശ്രീലങ്കയോടൊരു ചായ ഇല്ലേ? അല്ല, പക്ഷേ ഒരെണ്ണം ഒരു ചാൻസ് കൊടുക്കാം. ഇതൊരു പ്രത്യേകതര ഷേപ്പാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കുണുക്കൊക്കെ ഇട്ടിട്ടുണ്ട്. കുണുക്കിട്ടോ ചപ്പാത്തി? ചെയ്തിട്ടില്ലാത്ത ആള് ചെയ്തിട്ട് ഇത്രയൊക്കെ അവസാനമൊക്കെ ആയപ്പോഴേക്കും ഒപ്പിച്ചല്ലോ. അതുകൊണ്ട് എല്ലാരെയും പ്രോത്സാഹിപ്പിക്കാന്നുള്ള ഒരു കടമ വെച്ച് ഞങ്ങളങ്ങ് പ്രോത്സാഹിപ്പിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ, ഇത്രയും പരത്തിയിട്ട് പരാജയപ്പെട്ട സ്ഥിതിക്ക് ഭാര്യ പരത്തിയാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ധന്യ, ഒരെണ്ണം കാണിച്ചു കൊടുക്കുക. നോക്കി പഠിക്കണം കേട്ടോ. ധന്യ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ തിരിച്ച് തിരിച്ച് ഇതാണ് ഞാൻ ഉദ്ദേശിച്ച തിരി. അത്ഭുതം തോന്നില്ലേ? ഭാര്യയോടൊരു ബഹുമാനം തോന്നില്ലേ? വല്ലപ്പോഴും ഒരു പണി ചെയ്താലാണ് ഭാര്യമാരോട് ബഹുമാനം തോന്നുള്ളൂ. ഇത് സാധാരണ പ്ലേറ്റിൽ എത്തിയാലേ കാണാറുള്ളൂ. ആണല്ലേ? മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ലാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. ഭർത്താവിന്റെ പിന്തുണ ഇല്ലാതെ ഭാര്യ സ്വന്തം റിസ്ക് ചെയ്തൊരു കാര്യം. ധന്യേ,
ഏതെഴുതും എന്നുള്ളൊരു അത് കേട്ടോ, രണ്ടുപേർക്കും അതേ പ്രശ്നമുള്ളൂ, ഏതെഴുതും എന്നുള്ള confusion. എഴുതിയാലാണ് ഏട്ടനത് പറയാന്ന് അല്ല, പറയുന്നത്. ഇനിയിപ്പം അങ്ങ് എഴുതിയാൽ മതി, ഇനി അധികം സംസാരിക്കണ്ട. ഓപ്ഷനും ഇല്ല അല്ലേ? ഇല്ല, അതെങ്ങനെയാ നിങ്ങളുടെ ലൈഫിലെ കാര്യത്തിൽ ഞാൻ ഓപ്ഷൻ ജിനിയെ രണ്ടുപേരും ആൻസർ എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ഭാര്യ സ്വന്തം റിസ്ക് ചെയ്തൊരു കാര്യം? ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. പ്രൊമിനൻ്റായിട്ട് എനിക്ക് തോന്നുന്നത്, ആദ്യം വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് ക്ലിനിക്ക് വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ആ ഷിഫ്റ്റിംഗ് എല്ലാം അവളെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ വളരെ, ഞാൻ പോലും ഞെട്ടിപ്പോയി. നന്നായിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പൊ അതാണ് ഇതിപ്പോ അടുത്തൊരു ഓപ്ഷൻ ചോദിക്കാനുള്ള സമയമില്ല, അതിന് മുമ്പ് ഇവിടെ ആളിങ്ങനെ കാണിച്ചു തരും. ഇനിയിപ്പോ എന്തോ ചോദിക്കാനാ, ക്ലിനിക് ഷിഫ്റ്റ് ചെയ്തത്. വെരി ഗുഡ്. അപ്പൊ ഇവിടെ എന്ത് മാജിക് ആണ് നടക്കാൻ പോകുന്നത്? അല്ല, ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരു കാര്യം പറഞ്ഞാൽ ജെന്യൂൻ ആണെങ്കിൽ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അല്ലാതെ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, ട്രാവൽ ചെയ്യുമ്പോൾ ആദ്യം എല്ലാം തീരുമാനിക്കും. ഇപ്പോൾ ട്രെയിനിന് പോവാണെങ്കിൽ ആദ്യം പറയും ഞാൻ ഇന്ന ദിവസം പോകുന്നുണ്ട്, ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കില്ല, പീക്ക് സീസൺ ആയിരിക്കും. അതൊന്നും വിഷയമല്ല, ആദ്യം തീരുമാനിക്കും. അതെ, തന്നെ കുറച്ചൊക്കെ എന്റെ തീരുമാനങ്ങളെല്ലാം പെട്ടെന്നായിരിക്കും എല്ലാതും. ഇപ്പൊ വീട്ടിൽ പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാം പെട്ടെന്ന് നടക്കുന്നതാണ്, നടക്കുള്ളൂ. തീരുമാനിച്ചിങ്ങനെ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നതൊന്നും ചിലപ്പോ ആ സമയത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യും, എന്നിട്ട് പറയും വെയിറ്റിംഗ് ലിസ്റ്റ് ആണ്, ബാക്കിയുള്ളത് എനിക്കറിയില്ല. അത് ഞാൻ ഇതുപോലെ എന്തെങ്കിലും കാര്യം പറയുമ്പോ എന്റെ ഭർത്താവും പറയുന്ന ആ മുഹൂർത്തത്തിലേ മൊഴിയാവുള്ളൂ. ഞാൻ വിചാരിച്ചു തന്നെ എന്റെ കൂട്ടത്തില് ശരി, അങ്ങനെ ഞാൻ എല്ലാ മുഹൂർത്തത്തിലും ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ ആ കാര്യമാണ് തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. തന്നെ എഴുതിയിരിക്കുന്ന വേറെന്തോ കാര്യമാണ്. ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് സ്വന്തം റിസ്ക് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. സാമ്പത്തിക സഹായങ്ങളാണോ? എല്ലാം. എങ്ങനെയാ ഒരു സിറ്റുവേഷൻ പറയാമോ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഉദാരമായിട്ട് സഹായിച്ചു. ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ? അല്ല, കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി. അവന്റെ അച്ഛന് സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പൈസ ചോദിച്ചു. അപ്പൊ ഞാനത് ഭയങ്കര ഇതായിട്ടങ്ങ് എടുത്തു കൊടുത്തു. അത് ഏട്ടൻ ആദ്യം വിലക്കിയിട്ടുണ്ടായിരുന്നു. വിലക്ക് മാനിക്കാതെ ഒരാളുടെ അസുഖം, അത് ക്യാൻസർ ആയിരുന്നു അച്ഛന്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു എനിക്ക് മനസ്സിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എടുത്തു കൊടുത്തു മാത്രമല്ല, ഗോൾഡും കൂടെ പണയം വെച്ചിട്ട് കൊടുത്തു ഞാൻ. അതിനുവേണ്ടി you get a big hug from me. Why did you get a hug? അപ്പോ നല്ല കാര്യമാണ്. രണ്ടുപേരും ജെന്യുവൻ ആയിട്ടുള്ളൊരു കാര്യം അദ്ദേഹവും പറഞ്ഞു, ഒരു നല്ല സിറ്റുവേഷന്റെ കാര്യം ധന്യം പറഞ്ഞു. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും രണ്ടും കൂടെ തമ്മിൽ ചേരാത്തത് കൊണ്ട് മാത്രം നമ്മളൊരു ചെറിയ പണിഷ്മെന്റും കൂടെ ഇവർക്ക് കൊടുക്കുകയാണ്. എനിക്ക് വിഷമമുണ്ട്, പക്ഷെ എന്നാലും ഇത് ചെയ്യണം. ഓക്കെ, തളരെടുത്ത് ധന്യ, തളരെടുത്ത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ കൈയൊക്കെ ഇടയ്ക്ക് വാക്സ് ചെയ്യാറില്ലേ? അല്ലേ, അത് നമ്മൾ സ്ത്രീകളിറക്കി ചെയ്യാറുള്ളല്ലേ? ഇടയ്ക്ക് ഒന്നൊന്ന് വാക്സ് ചെയ്ത് നോക്കിയാലോ? And also എവിടെയാ, കയ്യിലാണോ ചെസ്റ്റിലാണോ? കൈ ഇത് കുറച്ചുകൂടി പോയി ഭയങ്കര വേദനയായിരിക്കും. ആണോ? കുഴപ്പമില്ല, ഭാര്യയ്ക്ക് വേണ്ടി എല്ലാം സഹിക്കുമല്ലേ? അംബിക മാം എന്ത് പറയുന്നു? Very cooperative. Yeah, I'm very happy with that. Come on, let's wax it. സത്യമായിട്ടാ. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല കളർ. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല കളർന്ന്. ഇത് ഇപ്പോഴും അതാ സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് എടുത്തിരിക്കുന്നത്. അടുത്തൊരു നിമിഷത്തിൽ നമുക്കറിയാം. ഈശ്വരൻ, ഏട്ടാ ഞാൻ വലിക്കുവാന്നേ. ഇഞ്ചക്ഷൻ വരെ പേടിയുള്ള ആളാണ്. ഒന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ല? ഇല്ല. സത്യം ചെറിയൊരു അത്രേ ഉള്ളൂ. അപ്പൊ ഇനി പ്രൊസീഡ്. അത്രയുണ്ടെങ്കിൽ മറ്റേ സൈഡിൽ ചെയ്യാം. അല്ലെങ്കിലും പുരുഷന്മാർക്ക് പൊതുവെ ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും എങ്ങനെയാണെന്ന് അറിയാൻ വലിയ കൗതുകമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഈ വാക്സ് ചെയ്യുന്നത് ഇത് എങ്ങനെ പറിച്ചെടുക്കും? ബ്ലഡ് ഒറ്റവലി. കണ്ണടക്കേണ്ട ആവശ്യമില്ല, കുഴപ്പമില്ല, വലിച്ചോ. അയ്യോ,
അതൊന്ന് കാണിച്ചു കൊടുക്കോ? ഞാനോടത്ത് കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിതീഷ് ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് ആദ്യത്തെ ഒരു വലിയോട് കൂടി ബോധം കെട്ട് വീഴുമെന്ന്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു കേട്ടോ. ഹിസ് വെരി നല്ല വിൽ പവർ കാണിച്ചു. എനിക്കായിരുന്നു ടെൻഷൻ. നമുക്കിങ്ങനെ നമുക്ക് തന്നെ അറിയാം അതിന്റെ പെയിൻ എത്രയാണ്. നമ്മുടെ സാധാരണ നമ്മുടെ ഫീമെയിൽ ബോഡിയിലുള്ള ഹെയർ ഭയങ്കര കുറച്ചും കൂടെ നല്ല growth വന്ന് സ്ട്രോങ് ആയിരിക്കില്ല. അപ്പൊ തന്നെ ഉള്ള പെയിൻ നമുക്ക് അറിയാം. അപ്പൊ അത് പുരുഷന്മാരെ ചെയ്യാന്ന് പറയുന്നത് സമ്മതിച്ചു തന്നിരിക്കണം. താങ്ക് യു. അത് എഗ്രി ചെയ്ത് തന്നെ ഒരു വലിയ കാര്യം. പക്ഷെ നമ്മുടെ അംബിക മാം എന്ത് പറയുന്നത്, നമ്മുടെ മെയിൽ മോഡൽസ് ഒക്കെ ചെയ്യാറുള്ളതാണ് അല്ലെ ബോളിവുഡിലൊക്കെ? Full. I mean, even the chest, especially bodybuilders, okay, to show the definition of the six abs, okay, കാണിക്കാൻ വേണ്ടി, and all the stars. I mean, Shah Rukh and everybody. And ആരും ഷേവ് ചെയ്തോണ്ടിരിക്കത്തില്ല. because ഷേവ് ചെയ്ത് അടുത്ത ദിവസം പിന്നെയും സ്റ്റബിൾ ആയിട്ട് വരും. അതുകൊണ്ട് എല്ലാരും വാക്സാ ചെയ്യുന്നേ. എന്തൊരു പാടാ. ആലോചിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ യു വർ ജസ്റ്റ് ബ്രില്യൻറ്റ് ബിക്കോസ് ഫസ്റ്റ് എന്ന് പറഞ്ഞു വിതൗട്ട് ഹെസിറ്റേഷൻ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ധൈര്യമായിട്ട് നിന്നു. അത്രയും ധൈര്യമായിട്ട് ആ ചപ്പാത്തി പരത്താൻ വന്നത് ആക്ച്വലി. പക്ഷെ ദിസ് വാസ് ഫാബുലസ്. എന്നിട്ട് തന്നെ എന്റെ കണ്ണിൽ നോക്കണം വെള്ളം വരുന്നത്. ആൻഡ് ആക്ച്വലി ആ ഫീലിംഗ് മുഴുവൻ, വേദന മുഴുവൻ ധന്യയുടെ മുഖത്ത്, വിച്ച് ഇസ് ഈവൻ മോർ സ്വീറ്റ് ആയി ആ ധന്യ. താങ്ക് യു മാം. താങ്ക് യു. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിനും ഓപ്ഷൻസ് ഉണ്ട്. ഈ താഴെ പറയുന്നതിൽ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? മേക്കപ്പ്, ഡ്രസ്, പരദൂഷണം പറച്ചിൽ. ഇത് ഞങ്ങൾ സ്ത്രീകളെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് ആരോ മനഃപൂർവ്വം എഴുതിയതാണ്. ആഭരണം. കഴിഞ്ഞു. അപ്പൊ ഇവിടെ തുടങ്ങാം. എന്നാ പറഞ്ഞോളൂ, എന്താണ് ഈ കൂട്ടത്തിൽ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടം? മേക്കപ്പ്, ഡ്രസ്, പരദൂഷണം, ആഭരണം. ആഭരണം. ഡ്രസ് തന്നെ ആണോ? ഡ്രസ്സിന്റെ കാര്യത്തിലാണ് ഭാര്യയ്ക്ക് ഇഷ്ടം കൂടുതൽ. ഡ്രസ് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. വെരി ഗുഡ്. അവര് ഭയങ്കര സേഫ് സോണിൽ കളിച്ചോണ്ടിരിക്കുക. ഭർത്താവിന്റെ കടമയാണ്, പ്രത്യേകിച്ച് ഗർഭിണിയായ ഭാര്യ. അപ്പൊ ഒരു ടാസ്കും കൊടുക്കാതെ. ഇത് ഭയങ്കര ടഫ് ഒന്നും ഇല്ല, ഭയങ്കര സിമ്പിൾ ആണ് ഇതെല്ലാം. എല്ലാം വീട്ടിൽ പറഞ്ഞു വെച്ചിട്ട് വന്നിരിക്കുക. നമുക്ക് ഇവരോടും ചോദിച്ചു നോക്കാം. ഇവരാണല്ലോ നമ്മുടെ ശരിക്കുള്ള മത്സരാർത്ഥികൾ. അപ്പൊ ഇവരോട് ചോദിക്കാം, എന്താണ് നിതീഷ് ഈ 4 നശിപ്പിച്ചു തന്നെ? എന്നാലും നിതീഷ് അപ്പൊ പരദൂഷണം പറയുമ്പോ കേട്ടുകൊണ്ടിരിക്കോ? അല്ലല്ല, പോട്ടെ. എന്തായാലും ഒരെണ്ണം പറ. ഇതിലൊന്നും ഉറപ്പില്ല. ഓപ്ഷൻ ഡ്രസ്. ഡ്രസ് എന്നുള്ളതാണ് ഉറപ്പിച്ചു ഉത്തരം. 4 എന്നുള്ളത് പിന്നെ നിതീഷ് അങ്ങോട്ടൊരു പൊതുസത്യം പറഞ്ഞതാണ്. അപ്പൊ ജനറൽ ആയിട്ടുള്ള കാര്യം അദ്ദേഹം പറഞ്ഞാണ്. പക്ഷെ എന്നാലും ഡ്രസ്സാണ് ഈ കൂട്ടത്തിൽ കൂടുതൽ ഇഷ്ടമാവാൻ സാധ്യത. യെസ്, റൈറ്റ് ആൻസർ. ഡ്രസ് തന്നെയാണ് തന്നെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ കാര്യത്തില് ഈ 2 ടീമുകളും സേഫ് സോണിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ഒരു റിയാലിറ്റി ഷോയിൽ വന്ന സമയത്ത് ഒരു എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമുക്ക് കിട്ടാത്തൊരു വേദിയിൽ നമുക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ടൈം നമ്മളൊരു സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കാൻ പറ്റി. അതനുസരിച്ച് ഒത്തിരി പേര് നമ്മളെ ഇപ്പോഴും അറിയുന്നുണ്ട്. ഇപ്പം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു നമ്മളെ തിരിച്ചറിയുന്നത്. ക്ലയൻസിനെ കിട്ടിയോ? ഡോക്ടറിന്റെ പേഷ്യൻസിനെ കൂടുതൽ കിട്ടിയോ? ക്ലയൻസ് വരുന്നുണ്ട് അതനുസരിച്ച്. ആണല്ലേ? ഞങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ തന്നെ ഒത്തിരി അത് ഹെൽപ്ഫുൾ ആയി, ഇമ്പ്രൂവ് ചെയ്തു. ഒത്തിരി എന്താ പറയുക, കുറച്ചുകൂടെ ഒക്കെ ഇത്രയും കഴിവുകളൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിയപ്പെട്ടൊരു വേദി. എനിക്ക് തോന്നുന്നു ജിനിയൊക്കെ ഫസ്റ്റ് ടൈമാണ് ഒരു സ്റ്റേജിൽ വന്ന് ഡാൻസ് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നതൊക്കെ. ഞങ്ങൾ എക്സ്റ്റംബർ പിറ്റേ ദിവസം കളിക്കണമെന്ന് പറഞ്ഞു പ്രൊഡ്യൂസർ. ഞങ്ങളൊരു സ്വന്തമായിട്ട് സ്കിറ്റ് ഉണ്ടാക്കി പിറ്റേ ദിവസം യാതൊരു പ്രോംപ്റ്റും ഇല്ലാതെ ചുമ്മാ അപ്പൊ കൈ നിട്ട് ഡയലോഗ് ഇട്ട് ചെയ്തു. ഭയങ്കര ഒരു ജീവിതത്തിൽ ഓർത്തിരിക്കാൻ പറ്റിയൊരു, ഇപ്പോഴും അത് ഓർത്തിരിക്കാൻ പറ്റിയതാണ്. അതുപോലെ ഞാൻ നിങ്ങളോടും പറയുകയാണ്, നിങ്ങളിത് ഒരു എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതൊരു മെമ്മറി തന്നെയായിരിക്കും. എന്താണ് നിങ്ങളുടെ രണ്ടുപേരിലും എന്താണ് അതുപോലെയുള്ള എക്സ്ട്രാ കഴിവുകൾ എന്തൊക്കെയാണ്? പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ അത്യാവശ്യം പാടും. പിന്നെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ്. അത്യാവശ്യം ആങ്കറിംഗ് ഒക്കെ ചെയ്യും. കോമ്പറ്റീഷൻ സമ്മതിക്കില്ല ഞാൻ. പിന്നെ ഡാൻസ് ചെയ്യാൻ പറഞ്ഞു ഡാൻസ് ചെയ്യും. ഒരു ഡാൻസ് അടിക്കേ നോക്കട്ടെ. അല്ല, അങ്ങനെ പറയണമെന്നില്ല, നിർബന്ധിച്ചാ ചെയ്യൂന്ന് പറഞ്ഞല്ലേ? അല്ല, ഒരു ഡാൻസ് ചെയ്തോളൂ. ഞാൻ
നന്നായിരുന്നു, വെരി ബ്യൂട്ടിഫുൾ, വെരി സോ നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ഈ ക്വസ്റ്റിന് നിങ്ങൾക്ക് ഓപ്ഷൻ ഒന്നുമില്ല. ഓക്കെ, അമ്മായിയമ്മയ്ക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത മരുമകളുടെ ഒരു ശീലം. നിതീഷ് എന്തായാലും വിളിച്ചു പറയും, തന്നെ എഴുതിക്കോ. ഏട്ടൻ എന്താ വിളിച്ചു പറയാന്നപ്പോ ഞാൻ ആലോചിക്കുന്നു. തന്നെയാ. നിതീഷേ, എന്ത് കാര്യം അമ്മയ്ക്ക് പൊരുത്തപ്പെടാൻ പറ്റും? എനിക്ക് തോന്നുന്നു ഫുഡ് ഉണ്ടാക്കുന്ന സ്റ്റൈല് ആ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടൈം എടുത്ത് സ്ലോ ആയിട്ട് വേറൊരു രീതിയിൽ ഉണ്ടാക്കാം. ആ. കണ്ണൂർ സ്റ്റൈലല്ല. ആ അപ്പൊ അത് ഉണ്ടാക്കുന്ന രീതിയാണ്. എന്തിനാ അങ്ങോട്ട് നോക്കണേ? ഇല്ല, എനിക്ക് സന്തോഷം കൊണ്ട് സഹിക്കാൻ പേടിച്ചിരിക്കുന്നു. എന്താ ഈ മനുഷ്യൻ പറയാ? റിയാക്ഷൻ. ധന്യേന്റെ മുഖം കണ്ടില്ല എങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നതും ചില കറികൾ ഉണ്ടാക്കുന്ന രീതി, അതാണ് അമ്മയ്ക്ക് ഇപ്പോഴും പൊരുത്തപ്പെടാൻ പറ്റാത്ത. എങ്ങനെയോ ശരിയായിന്നല്ലേ? അപ്പൊ അത് അവര് ആ കാര്യത്തിൽ സേഫ് ആയിരുന്നു. ഇനിയിപ്പോ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഓപ്ഷൻ ഇല്ല അല്ലേ? ഒരു ഓപ്ഷനും ഇല്ല. അങ്ങനെ പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു ശീലം തന്നെ വേണമെന്നുണ്ടോ? ഒരു കാര്യമായ മതിയോ? എന്തായാലും മതി. എന്തായാലും മതി. ഒരു വളരെ സെൻസിറ്റീവ് ആവുന്നത് അത്ര ആ എന്തിന് ഇത്രയും തൊട്ടാവാടി തൊട്ടാവാടി ഇത്രയും സെൻസിറ്റീവ് ആവണോ? കുറച്ചുകൂടെ ഒക്കെ ബോൾഡ് ആവണം മോളെ. ആ അങ്ങനെയുള്ള പെട്ടെന്ന് കരയും, അങ്ങനെയൊക്കെ അതൊക്കെ ആയിരിക്കും തോന്നുന്നു. അങ്ങനെ ഒരു കാര്യമാണ്. വേറെ എന്താ പറയാ, വീട്ടില് സത്യം പറഞ്ഞാൽ ഞാനാണ് ഔട്ട്, ഇവർ രണ്ടുപേരുമാണ് വലിയ കൊണാണ്ടസ്. ഞാനാണ് ഇവരുടെ രണ്ടുപേരുടെ ശത്രു ഞാനാണ്. അപ്പൊ അതുകൊണ്ട് ചേച്ചി കേട്ടില്ല? കേട്ടില്ല. എന്താ കൊണാണ്ടേഴ്സ്? അതൊരു കൊളോക്കിലായിട്ട് പറഞ്ഞാണ്. പുതിയ പുതിയ ഭാഷകൾ പഠിച്ചു വരുന്നുണ്ട് എല്ലാവരും. അപ്പൊ ഭയങ്കര പാവമായതാണോ പ്രശ്നം? ആണോ നോക്കി? ആണോ ഒന്ന് നോക്കിയല്ല. ഓ, അങ്ങനെ പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു ശീലം ഇല്ലെന്ന് എഴുതി. ഏകദേശം ശരിയാണ്, എന്നാലും പണിഷ്മെന്റ് ശരിയല്ല. സോ നിങ്ങക്ക് തരുന്ന ടാസ്ക് കേൾക്കുമ്പോ ഇവർക്ക് സത്യം പറഞ്ഞ അസൂയ തോന്നും. അയ്യോ, അങ്ങനത്തെ ഒരു ടാസ്ക് തരാൻ പോകുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരു ചോക്കോബാർ കഴിക്കണം. അത് കഴിക്കാം. കഴിക്കാലോ അല്ലേ? പക്ഷെ നിങ്ങളുടെ കൈ ഇങ്ങനെ ഇങ്ങനെ കോർത്തിട്ട് വേണം ചോക്കോബാർ കഴിക്കാൻ. ക്രോസ് ചെയ്തിട്ട് ക്രോസ് ചെയ്തിട്ട് വേണം. രണ്ടുപേരും ഒരുമിച്ച്. എത്ര മനോഹരമായ ടാസ്ക്. ടാസ്ക് ഉണ്ടോ? ഇത് ഭയങ്കര സിമ്പിൾ ആയി പോയിട്ടോ. പിന്നെ നമ്മള് ഒരു കൺസിഡറേഷൻ കൊടുക്കണമല്ലോ. ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കേണ്ട സമയമല്ല. ഈ കൊച്ചു ജനിച്ചു വളർന്നു വരുമ്പോ അത് ആലോചിക്കും, എന്നെ വിട്ടിട്ട് നിങ്ങൾ കഴിച്ചല്ലോ. നല്ല ടാസ്ക് അല്ലേ? അടുത്ത ചോദ്യം നിങ്ങൾക്ക് കിട്ടുന്നത് പാവയ്ക്ക നീര്, ഇഞ്ചി നീര്. കഴിച്ച് ക്ഷീണിച്ചെങ്കിൽ നിർത്താട്ടോ. ഈ ടാസ്ക് വളരെ സിമ്പിൾ ആയി പോയി എന്ന് നമുക്ക് തന്നെ അറിയാവുന്നത് കൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു ടാസ്ക് കൂടി തരികയാണ്. അയ്യോ, അല്ല അതല്ല, ഒരു പാട്ട് പാടിയാൽ മതി. പാട്ട്. ആ ഐസ്ക്രീം കഴിച്ച ഉടനെ പാട്ട് പാടാൻ നല്ല സുഖമായിരിക്കും. ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണേ കുപ്പായക്കാരി പങ്കായം പൊക്കി ഞാനൊന്ന് നോക്കി. കപ്പലിലാണേ കുപ്പായക്കാരി പങ്കായം പൊക്കി ഞാനൊന്ന് നോക്കി. Thank you. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും ജോയിൻ ചെയ്തു. അപ്പൊ അദ്ദേഹം പറയായിരുന്നു, അദ്ദേഹം നിർബന്ധിച്ചാണ് വൈഫിനെ കൊണ്ടുവന്നത്. ബിക്കോസ് ക്യാരിയിങ് ആയിരിക്കും ഇങ്ങനെ ഒരു സ്റ്റേജിൽ എങ്ങനെ വരും എന്നുള്ള. പക്ഷെ
അതാണ് അല്ലെ ആ ഒരു സമയത്ത് നമ്മൾ വീട്ടില് ഇരിക്കുന്ന ഇതൊരു എന്താ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഡോക്ടേഴ്സ് ഒക്കെ പറയാറുണ്ട്, ഇതൊരു രോഗമല്ല. യു ഷുഡ് ബി പ്രൗഡ് അല്ലേ? സോ ഇവര് വന്ന് നമ്മുടെ കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഇവർക്ക് രണ്ടുപേരും കൂടെ എത്ര മാർക്സ് ആണ് ഇവർ നേടിക്കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ജഡ്ജസ് ജിനി ആണെങ്കിലും ദിബു ആണെങ്കിലും അപ്പോൾ ആ നിമിഷം എന്ത് പറയുന്നുണ്ടോ, പാട്ട് പാടാൻ പറഞ്ഞാൽ പാടുന്നു, ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ ഡാൻസ് ചെയ്യുന്നുണ്ട്. അത്രയും സ്മാർട്ടായിട്ട് ഇമ്മീഡിയറ്റ് ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കാതെ ഇമ്മീഡിയറ്റ് ചെയ്യുന്നുണ്ടല്ലേ സ്പോട്ടിൽ. ഹാറ്റ്സ് ഓഫ് യു. താങ്ക് യു മാം. നിതീഷിന്റെ വേദന മുഴുവനും ഞാൻ ധന്യയുടെ മുഖത്താണ് കണ്ട്. ധന്യയ്ക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് മുഴുവനും നിതീഷ്, എനിക്ക് കയ്യില് രോമൊക്കെ പൊങ്ങി നിൽക്കുന്നത്. ബിക്കോസ് ഇത് പറഞ്ഞപ്പോലെ, ബിക്കോസ് ദാറ്റ്സ് ദ ട്രൂത്ത്. ബോത്ത് ഓഫ് യു സ്റ്റാൻഡ് ഫോർ ഈച്ച് അതർ. ബോത്ത് ഓഫ് യു ആർ വൺ. അതിനുവേണ്ടി യു ഗെറ്റ് 80 on 100. സോ താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ കമ്മിങ്. അപ്പോ സ്റ്റേ ബ്ലെസ്ഡ് അല്ലേ? ഹാപ്പി ആൻഡ് സേഫ് ഡെലിവറി. താങ്ക് യു. ടെനിച്ചേ ഒന്ന് കണ്ണടച്ചോളൂ. ஆனாலும் இந்த மயக்கம் വല്ലപ്പോഴും എങ്കിലും ഒന്ന് മിസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കണം. അങ്ങനെ ആണെങ്കിലേ ലവിന്റെ ഒരു റിയലൈസേഷൻ ഉണ്ടാവുള്ളൂ. നിങ്ങൾ തമ്മിൽ ഈ ഒരു there's something happening here. There's a chemistry, there's everything happening. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. അമ്മ വന്നല്ലോ. അമ്മ, ഈ അമ്മായി എന്റെ കൂടെ ഡാൻസ് കളിക്കാൻ വരണില്ലോ? ആണോ? നമുക്ക് രണ്ടുപേർക്കും കൂടെ അമ്മായിയെ ശരിയാക്കി കളയാം. അപ്പങ്ങളെമ്പാടും മുറ്റയ്ക്കു ചുട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അപ്പങ്ങളെമ്പാടും മുറ്റയ്ക്കു ചുട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി, കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി, കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അപ്പങ്ങളെമ്പാടും മുറ്റയ്ക്കു ചുട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അപ്പങ്ങളെമ്പാടും മുറ്റയ്ക്കു ചുട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി, കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി, കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അപ്പങ്ങളെമ്പാടും മുറ്റയ്ക്കു ചുട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനിക്കായി.
മമ്മ ഫ്ലൈറ്റിന് പോവാട്ടോ. മമ്മ ഇന്ന് ജോലിക്ക് പോകണ്ട മമ്മ. മമ്മ ജോലിക്ക് പോയാൽ എനിക്ക് സങ്കടാവും. ആണോ? എന്നാ മമ്മ ഇന്ന് ജോലിക്ക് പോകുന്നില്ല കേട്ടോ, അപ്പുന്റെ കൂടെ ഇരിക്കാൻ പോവാട്ടോ. ആ ജസ്നയുടെയും ജസ്നയുടെ മോൾ അമ്മയെ എന്ന അപ്പുന്റെയും ഒരു എനർജറ്റിക് പെർഫോമൻസ് ആണ് നമ്മളിപ്പോ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞത്. അപ്പൊ കുട്ടാ എങ്ങനെയുണ്ടായിരുന്നു? ആര് കളിച്ചത് കൂടുതൽ നന്നായത്? അമ്മ കളിച്ചാണോ ബേബി കളിച്ചാണോ? അമ്മ കളിച്ചതാ നന്നായതെന്ന മോള് പറയുന്നേ. അപ്പൊ ദാ ആന്റിമാരോട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചേ. എങ്ങനെയുണ്ടായിരുന്നു? It was really good. പക്ഷെ ജസ്ന എത്ര നേരം സ്പെൻഡ് ചെയ്തു ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കുഞ്ഞിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ? ടോട്ടലി ഒരു 2-2.5 മണിക്കൂർ അത്രേ ഉള്ളൂ. പക്ഷെ അത് കാണാനും ഉണ്ടല്ലോ. യു നീഡ് ടു സ്പെൻഡ് മച്ച് മോർ ടൈം ഓൺ സിങ്ക്രണൈസിങ്, രണ്ടുപേരും ഒരുമിച്ച് ചെയ്യാനും. യുനോ ഇത്രയും കൊച്ചു കുട്ടികളാവുമ്പോൾ എന്തോ ചെയ്താലും ഇറ്റ്സ് ക്യൂട്ട്, ഇറ്റ്സ് സ്വീറ്റ്, ഇറ്റ്സ് അഡോറബിൾ, അതൊക്കെ തന്നെ. ബട്ട് ഇറ്റ്സ് എ ടാസ്ക് ആൻഡ് ഫോർ ദാറ്റ് യു നീഡ് മച്ച് മോർ ഇൻപുട്ട് രണ്ടുപേരുടെ കയ്യിൽ നിന്ന്. നല്ല ലൈവ്ലി ആയിരുന്നെങ്കിലും ബോഡി ലാംഗ്വേജിൽ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടായിരുന്നു. അത് 2.5 മണിക്കൂർ പ്രാക്ടീസ് ചെയ്തെന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. മാം, ഇത് ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് ഞാനൊരു പെർഫോമൻസ് ഡാൻസ് ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ. ഞാനൊരു ഡാൻസർ അല്ല, അപ്പോൾ ഇതിപ്പോൾ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തതാണ്. ഇതിനു മുമ്പ് ചെയ്തത് നമ്മുടെ ഫ്ലാഷ് മോബ് ആയിരുന്നു. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞാനാണെങ്കിൽ ജസ്നയാണോ അടുത്ത പെർഫോമൻസ് അടിപൊളിയായിരിക്കും, ബി ഫുൾ ഓഫ് എനർജി എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഓരോ ടാസ്ക് വരുമ്പോഴും യു ഹാവ് ടു, ഞാൻ എപ്പോഴും പറയും 100%. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡാൻസിന് കൊറിയോഗ്രാഫി ഓൾസോ നീഡ്സ്, അവർക്കും സമയം വേണം ഇതിനെ ഒന്ന് ചെയ്തെടുക്കാനും. പ്ലാനിങ് ഇല്ലാതെ റിഹേഴ്സൽ ഇല്ല ഡാൻസും ചെയ്ത് ഒരടി ഹീലിൽ ഡാൻസും ചെയ്തു. അതിന്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ആ കുട്ടി കുറച്ച് സ്റ്റിഫായി പോയെന്ന് തോന്നുന്നു അല്ലേ? അതിലൊരു പിടുത്തം ഉണ്ടായിരുന്നു വീഡിയോ, അതൊക്കെ കൊണ്ടാണ് തോന്നുന്നു അല്ലേ? ഓക്കെ, എനിവേസ് പ്രാക്ടീസ് ചെയ്യാം. അതെ, നമ്മുടെ അമ്മയെക്കുട്ടിക്ക് ഒരു കുഞ്ഞു ഗെയിം ഉണ്ട്, നമുക്കൊരു ഗെയിം ചെയ്യാം. നമ്മളിവിടെ ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സിൽ കുറേ ഷേപ്പുകൾ ഉണ്ട്. ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, അങ്ങനെ പല ഷേപ്പ് ഉണ്ട്, സ്ക്വയർ, റൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബോർഡ് ഉണ്ട്, ആ ബോർഡിലും ആ ഷേപ്പ് ഉണ്ട്. അപ്പോൾ മാച്ചിങ് ആയിട്ടുള്ള ആ സ്റ്റിക്കേഴ്സ് ആ ബോക്സിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് ആ ബോർഡിൽ സ്റ്റിക്ക് ചെയ്യണം. ആ ഷേപ്പ് ഏതാന്ന് നോക്കിയിട്ട് സ്റ്റിക്ക് ചെയ്താൽ മതി. തുടങ്ങാം നമുക്ക്. ഓക്കെ, എന്നാ ചെയ്തോ. വാവ്, മിടുക്കി. ഓടിവാ. വാവ്, വെരി ഫാസ്റ്റ്. ഓടിവാ. അതെന്താ? കൺഫ്യൂഷൻ ആയില്ലോ. ആമ്പടാ, മിടുക്കി. അതെവിടെയാ വെക്ക? അവിടെയാണോ? ഓക്കെ. യെസ്, അതിനെ എവിടെ വെക്കും? ഒരു കുഞ്ഞു സ്റ്റാർ, ട്രയാങ്കിൾ. ഇതാണ് ബേബിക്ക് അറിയില്ല എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടോ, പക്ഷെ വെച്ചൂലോ, മിടുക്കിയായിട്ട്. ഓക്കെ, ഒന്ന് കൂടി ബാക്കി. വെരി ഗുഡ് ജോബ്. അപ്പൂസ് പൊളിച്ചല്ലോ, നന്നായിട്ട് ചെയ്തു കേട്ടോ. നമുക്ക് അവരോട് ചോദിക്കാം, സമ്മാനം ഉണ്ടോ ചോദിക്കാം. മുത്തശ്ശി ചോക്ലേറ്റ് കൊണ്ടുവരുന്നുണ്ടല്ലോ. അമ്മയെക്കുട്ടിയുടെ ഗെയിം അതായിരുന്നു. അപ്പൊ അമ്മയെക്കുട്ടിയുടെ ഗെയിം കഴിഞ്ഞു, അമ്മയുടെയും അപ്പൂന്റെയും ഡാൻസ് കഴിഞ്ഞു. അപ്പൊ ഇനി എന്താണ് ഇവർക്ക് കിട്ടാൻ പോകുന്ന മാർക്സ്? ജസ്ന, അപ്പം ഇനി തൊട്ട് എല്ലാ ടാസ്കും ജസ്നയുടെ വഴി വരുമ്പോൾ
you are going to take it രണ്ട് കൈയും വെച്ച് you are going to give it everything that you have because ഇപ്പം ഇനി അടുത്ത എത്രയോ മാസം നമ്മള് മലയാളി വീട്ടമ്മ മാത്രമല്ല ഇപ്പൊ ജസ്റ്റിനെ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പരീക്ഷയോ പഠിത്തമോ ഒന്നും ഇല്ലല്ലോ. This is it. So you give your 100% to what you are going to do on stage. Definitely, ma'am. So ഇപ്പം what has even saved you ഇത്രയും is the fact that ഈ കുഞ്ഞ് ഇത്രയും ഭംഗിയായിട്ട് എല്ലാം ആ സൈഡിൽ അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചത്. So you are kind of safe. You get 86 on 100. Thank you, ma'am. മാർക്സ് ഒക്കെ കിട്ടി കഴിഞ്ഞു. പക്ഷെ അമ്മയെക്കുട്ടിയും അമ്മയും കൂടെ നേരത്തെ പ്ലാൻ ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. രണ്ടുപേരും കൊണ്ടൊരു പാട്ട് പാടുവോ? ഓക്കെ, ശരി. മലരെ മൗനമാ മൗനമേ വേദമാ മലകൾ പേസുമാ പേസിയാലോയുമാ അൻപേ മലരെ മൗനമാ
പാടി കേട്ടോ. എന്താ പറയണ്ടേ? റിയൽ പെർഫോമൻസ്. My God, that was mind blowing. It was mind blowing. ശരിക്കും That was actually, yeah. She deserves a big hug. Jasna, you have a star in the making, yeah? A very bright spark. Thank you. Dancing is not her strong point. Singing is her strong point. Thank you. And yours also. But this was magic that happened today. Yeah? It was so beautiful. എനിക്ക് കരച്ചിലേക്ക് വന്നു. മലരെ മൗനമാ മൗനമേ വേദമാ. ഇത് മോൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സ്റ്റേജിൽ, അല്ലാണ്ട് വീട്ടിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമെന്നല്ലാണ്ട് സ്റ്റേജിൽ പാടിയിട്ടില്ല. അപ്പോൾ അത് ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് വളരെയധികം നന്ദി. കാരണം ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. Also, Jasna, just I mean, I know your marks will not go down on your records, but I give you 99 for that. Yeah. Thank you, ma'am. You know what I mean? പക്ഷെ I know അതല്ല നമ്മളിപ്പം എടുക്കാൻ പോകുന്നത്. പക്ഷെ she and you deserve something like that. ഞാൻ കഴിഞ്ഞ 4 വർഷമായി ഇതുവരെ ടോട്ടൽ ഒരു 365 ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നില്ല. ഇല്ല. നാട്ടിൽ നിന്ന് അങ്ങനെ ബോൾഡ് ആയിട്ട് ചെയ്യുന്ന എല്ലാ സിംഗിൾ പേരൻസിനും ഒരു ബിഗ് സല്യൂട്ട് കൂടി. ഈ ഒരു ലൈഫ് പഠിപ്പിച്ചത് എന്റെ അമ്മയാണ്. This is so amazing. ചുംബനമായി സ്നേഹമന്ത്രമായി നിറയുന്നു സ്നേഹമാമച്ചൻ. എന്റെ അച്ഛൻ എളുപ്പം വരും കേട്ടോ. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. നിരപറ മലയാളി വീട്ടമ്മ പ്രസന്റഡ് ബൈ ചുങ്കൻ ജ്വല്ലറി, കോ ബ്രാൻഡഡ് ബൈ സേറ ആൻഡ് ശകുന്തള ഹെർബൽ ഹെയർ റോഡിന്റെ മറ്റൊരു അധ്യായം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. പുതുമയേറിയ കാഴ്ചകളുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് എ ബൈ ഫ്രം